യുവർ ചാനൽ ചിന്നീസ് ഓൺലൈൻ. ഇപ്പം നമ്മൾ 9th ലെസനായ ഫോർ ദ പീപ്പിൾ എന്ന് പറയുന്ന ലെസൻ്റെ പാർട്ട് 1 കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ പാർട്ട് 2 എടുക്കാനായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ പാർട്ട് 1 മൊത്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ലാസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ പാർട്ടിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നിനും മറക്കരുത്. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ഒരു പുതിയ ടോപ്പിക്കിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡെമോക്രസി എന്താണ്, എലക്ഷൻ എന്താണെന്ന് പറഞ്ഞു. ഈ എലക്ഷൻ 18 വയസ്സ് കഴിഞ്ഞാൽ വെറുതെ നടത്തുകയല്ല, അതിനൊരു സ്റ്റേജുകളുണ്ട്, പല പല സ്റ്റേജുകളിലുണ്ട്. അതുകൂടിയാണ് എലക്ഷൻ നടന്നു പോകുന്നത്. അപ്പൊ നമുക്ക് ആ സ്റ്റേജുകളൊന്ന് നോക്കാം. സ്റ്റേജസ് ഓഫ് എലക്ഷൻ. Isn't a leader elected from your class to the school parliament? The election process of our country passes through certain stages. Election process of our country, India, passes through certain stages, different types of stages. Here you can see a flow chart showing this stages. നമ്മുടെ നാട്ടിലുള്ള എലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ് നടന്നു പോകുന്നത്, പല പല സ്റ്റേജുകളിലൂടെയാണ്. നമുക്ക് ആ സ്റ്റേജുകളൊന്ന് നോക്കാം. ഫസ്റ്റ് ആണ് ഇഷ്യൂ ഓഫ് എലക്ഷൻ നോട്ടിഫിക്കേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശം, തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശം നൽകുക എന്നതാണ് ഇഷ്യൂ ഓഫ് എലക്ഷൻ നോട്ടിഫിക്കേഷൻ. സബ്മിഷൻ ഓഫ് നോട്ടിഫിക്കേഷൻ, അതായത് നാമനിർദ്ദേശം സമർപ്പിക്കൽ. സബ്മിഷൻ ഓഫ് നോട്ടിഫിക്കേഷൻ, നാമനിർദ്ദേശം സമർപ്പിക്കലാണ്. അതാണ് രണ്ടാമത്തെ സ്റ്റേജ്. സ്ക്രൂട്ടിനൈ ഓഫ് നോട്ടിഫിക്കേഷൻ, എന്താണത്? സൂക്ഷ്മമായ പരിശോധന ഓർ എക്സാമിനേഷൻ. നെക്സ്റ്റ് വൺ വിഡ്രോവൽ ഓഫ് നോട്ടിഫിക്കേഷൻ, നമ്മൾ നൽകിയ നാമനിർദ്ദേശം പിൻവലിക്കൽ. വോട്ടിംഗ്, നമുക്കറിയാം വോട്ട് ചെയ്യുക ഒക്കെ. നെക്സ്റ്റ് ദ ഫൈനൽ സ്റ്റേജ് ഇസ് കൗണ്ടിങ് ഓഫ് വോട്ട്സ് ആൻഡ് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്. വോട്ടുകൾ കൗണ്ട് ചെയ്ത് ആരാണ് ജയിച്ചത് ആ വിജയിയെ പ്രഖ്യാപിക്കുക. ദീസ് ആർ ദ സ്റ്റേജസ് ഓഫ് എലക്ഷൻസ്. 6 സ്റ്റേജസ്. നമ്മൾ ഓർഡർ അനുസരിച്ച് പഠിക്കണം. ആ പ്രത്യേകിച്ച് നിങ്ങൾ ഏറെ ശ്രദ്ധിച്ചിട്ട് വേണം. നിങ്ങൾ ഇപ്പം എക്സാമിന് മോളിലേക്കാണ് ആരുമെങ്കിൽ മോളിൽ നിന്ന് വേണം എഴുതി പോകാൻ. താഴെ നിങ്ങളാണെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് പ്രകാരം. അപ്പം നമ്മൾ ആരും നമ്മൾ ഇതിനൊപ്പം തന്നെ പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അതേപോലെ കൃത്യമായി തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കാം കേട്ടോ, എല്ലാത്തിനും സ്പെല്ലിങ്സും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് അടുത്തൊരു പോർഷനിലേക്ക് പോവാം. All elections strictly follow the stages. Election is an inevitable part of democracy. ഇലക്ഷൻ നടക്കുമ്പോൾ ഈ എല്ലാ സ്റ്റേജുകളും പാലിച്ചു പോകുന്നുണ്ട്. ഇനി എലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡെമോക്രസിയുടെ അനിവാര്യമായ, അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഡെമോക്രസി ഡിപ്പെൻഡ്സ് ഓൺ സം അതർ ഫാക്ടേഴ്സ് ടു. ഡെമോക്രസിയുടെ ഒരു ഭാഗം തന്നെയാണ് എലക്ഷൻ. അതൊരു ഫാക്ടർ, ഡെമോക്രസിയുടെ ഒരു ഫാക്ടറാണ് എലക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ എലക്ഷൻ മാത്രമല്ല ഡെമോക്രസിയുടെ ഫാക്ടർ, വേറെ കുറെ കാര്യങ്ങളൂടെ ഉണ്ട്. ഫാക്ടർ സസ്റ്റെയിനിങ് ഡെമോക്രസി. ആദ്യത്തെയാണ് റൂൾ ഓഫ് ലോ, നിയമവാഴ്ച. റൈറ്റ്സ്, അവകാശങ്ങൾ. സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ജസ്റ്റിസ്, സാമൂഹികവും സാമ്പത്തികവുമായ നീതി. മാസ് മീഡിയ, എന്താ പറയുക, ബഹുജന മീഡിയ നമ്മൾ പറയൂലോ, അതാണ്. അല്ലാതെ ഒപ്പോസിഷൻ. ഇങ്ങനെയുള്ള വേറെ ഫാക്ടേഴ്സ് ഉണ്ട്. എലക്ഷൻ അടക്കം ഈ പറഞ്ഞ ഈ ഫാക്ടേഴ്സ് ഒക്കെ അതിൽ ഡെമോക്രസിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഡെമോക്രസി ഡിപ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ. ആദ്യത്തേനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ദ റൂൾ ഓഫ് ലോ, നിയമവാഴ്ച. ഓൾ ആർ ഈക്വൽ ബിഫോർ ദ ലോ. എല്ലാവരും നിയമത്തിന് മുമ്പിലെ എല്ലാവരും ഈക്വൽ ആണ്. പണക്കാര്, വലിയ ആള്, ചെറിയ ആള്, പാവപ്പെട്ട ആള്, താഴ്ന്ന ആള്, അങ്ങനെയൊന്നുമില്ല. നിയമത്തിന്റെ മുൻപിലെ എല്ലാവർക്കും ഒരേ സ്ഥാനം തന്നെയാണ്. Everyone is obliged to obey the law. എല്ലാവരും നിയമം അനുസരിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരാണ്. നമുക്ക് ആർക്കും നിയമം തെറ്റിക്കാനുള്ള അവകാശമില്ല. Nobody is above the law. നിയമത്തിന് മുകളിലായിട്ട് ആരുമില്ല, എല്ലാവരും ഈക്വലാണ് നിയമത്തിന് മുമ്പിൽ.
The significance of the rule of law can be understood from a simple example. അതിനു വേണ്ടി നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞുതരാം. What will happen if somebody drive carelessly? ആരെങ്കിലും അശ്രദ്ധപൂർവ്വം വണ്ടി ഓടിപ്പിച്ച് എന്തുണ്ടാവുക? Accidents will occur. That is, some may get injury or even death. ആക്സിഡൻസ് ഉണ്ടാവാം, ചിലർക്ക് പരിക്ക് പറ്റാം, ചിലർ മരിക്കാം, അല്ലെ? അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടാവാം. The aim of traffic rule is to ensure smooth and safe traffic for vehicles. അതിനു വേണ്ടിയാണ് ട്രാഫിക് റൂൾ ഉള്ളത്. ട്രാഫിക് റൂൾ എന്തിനാണ്? എന്താ പറയാ, നമ്മുടെ നല്ല രീതിയിൽ വണ്ടികൾ പോവാനും കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ ട്രാഫിക് റൂൾ വെക്കുന്നത്. എൻഷുർ സ്മൂത്ത് ആൻഡ് സേഫ് ട്രാഫിക് ഫോർ വെഹിക്കിൾസ്. Then next one, rights. അവകാശങ്ങൾ. Rights are granted to the citizens for the progress of individual and the country. എന്തിനാണ് അവകാശങ്ങൾ? ഓരോ വ്യക്തിക്കുണ്ട് റൈറ്റ് ടു സ്പീച്ച്, സംസാരിക്കാനുള്ള അവകാശം. അങ്ങനെ പല പല അവകാശങ്ങളുണ്ട്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട്, അങ്ങനെ പലതരം കാര്യങ്ങൾ നമുക്ക് ഉണ്ട്. ഈ റൈറ്റ്സ് ഒക്കെ എന്തിനാണ് നമുക്ക് നൽകിയിരിക്കുന്നത്? നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയും രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ റൈറ്റ്സ് ഒക്കെ നൽകിയിരിക്കുന്നത്. ഡിഫറെന്റ് ലോസ് ഇംപ്ലിമെന്റ് ബൈ ദ government to ensure various rights of the people are given in column A, and the rights ensured by each law also we have to fill in the column B. നമുക്കറിയാം റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് RTE. ഇതെന്തിനാണ്? എല്ലാവർക്കും, അതായത് 6 വയസ്സ് മുതൽ, അതായത് നമ്മളെപ്പോഴാണോ സ്കൂളിൽ ചേരുന്നത് ആ സമയം മുതലേ നമുക്ക് പഠിക്കാനുള്ള ഒരു അനുവാദം. റൈറ്റ് ടു എഡ്യൂക്കേഷൻ, നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി, പ്രോഗ്രസ് ഓഫ് എവ്രി വൺ, അതിനു വേണ്ടിയാണ് നമ്മൾ എഡ്യൂക്കേഷൻ നമ്മൾ ചെയ്യുന്നത്. ട്രാഫിക് റൂൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻഷുർ സ്മൂത്ത് ആൻഡ് സേഫ് ട്രാഫിക് ഫോർ വെഹിക്കിൾസ്. ഇനിയുള്ള രണ്ടെണ്ണം, അതായത് ഇതിന്റെ ആൻസർ ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരുന്നതായിരിക്കും. ലാസ്റ്റ് ഞാൻ ആൻസർ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ജസ്റ്റിസ്. Democracy is the form of government that ensures the participation of all people. It is meaningful only when all are equal. ഡെമോക്രസി, അതായത് ഗവൺമെന്റിന്റെ ഒരു ഭാഗമാണ്. അത് എല്ലാ ആൾക്കാരും പങ്കുചേരുമ്പോഴാണ് ഡെമോക്രസി ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അർത്ഥപൂർണമാകുന്നത് എല്ലാവരും ഈക്വൽ ആവുമ്പോഴാണ്. അല്ലാണ്ട് എല്ലാവരും മുകളിൽ നിന്നല്ല, എല്ലാവരും ഈക്വൽ ആവുമ്പോഴാണ് അതിനൊരു അർത്ഥം ഉണ്ടാവുന്നത്. Ensuring equal treatment for all by minimizing social and economic inequalities is the principle behind the idea of social and economic justice. അതായത് എല്ലാവർക്കും തുല്യ സ്ഥാനമാണ് നൽകുന്നത്. ഈ തുല്യ സ്ഥാനം നൽകുമ്പോൾ സമൂഹത്തിലുള്ള അതായത് എന്താ പറയാ, സോഷ്യൽ ഇൻഈക്വാളിറ്റീസ്, അവൻ വലുതാണ്, അവൻ വലിയ പണക്കാരനാണ്, അങ്ങനെ വേർതിരിവുകൾ, പല പല വേർതിരിവുകൾ ഉണ്ടായിരിക്കാം അല്ലെ. നമ്മൾ എന്താ പറയാ, ലിംഗം വഴി, അതായത് ഫീമെയിൽ മെയിൽ അങ്ങനെ വഴി പല പല വേർതിരിവുകൾ ഉണ്ട് അല്ലെ. അതൊക്കെ മാറും എല്ലാവരും ഈക്വൽ ആകുമ്പോൾ. ഡെമോക്രസി അർത്ഥപൂർണമാകണമെങ്കിൽ എല്ലാവരും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അതാണ് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ജസ്റ്റിസിന്റെ ഒരു പ്രിൻസിപ്പിൾ, അതായത് സാമൂഹികം സാമ്പത്തികപരമായ ഒരു നീതി. ബട്ട് ദർ ആർ എ ഫ്യൂ സോഷ്യൽ കണ്ടീഷൻസ് ദാറ്റ് വയലേറ്റ് ദിസ്. ഇതിനെ എതിർക്കുന്ന, സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ജസ്റ്റിസ് ഇനീക്വാളിറ്റീസ് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ എതിർക്കുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ, സോഷ്യൽ കണ്ടീഷൻസ്, ഇനീക്വാളിറ്റീസ് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. അതേതൊക്കെയാണ്? സ്ലേവറി, അതായത് അടിമത്തം, അടിമവേല എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. സ്റ്റേറ്റ് ഓഫ് ബീങ് എ സ്ലേവ്, ഒരു അടിമയെ പോലെ പണിയെടുക്കുക, അതാണ് ഫസ്റ്റ്. അതപ്പോ ഒരു ഇനീക്വാളിറ്റി ആണ് അല്ലെ. ആരും ഈക്വൽ അല്ല, ഈ അടിമകളും വളരെ തരം താഴ്ത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ലിംഗവിവേചനം, അതായത് അവൻ ആണ്, അവൻ പെണ്ണ്, അവൻ അങ്ങനെ, അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടൊക്കെ തിരിക്കല്. അത് അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ, പണിയില്ലാത്തവർക്ക് ഈ എന്താ പറയാ, ഈ കാലത്ത് വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് സ്ഥാനമില്ല, അല്ലെങ്കിൽ പണിയില്ലാത്തവർക്ക് അങ്ങനെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ടല്ലോ.
പോവർട്ടി, ദാരിദ്ര്യം, പിന്നെയോ ചൈൽഡ് ലേബർ, അതായത് എന്താ പറയുക ബാലവേല. ഓക്കെ, ഇങ്ങനെയാണ് ഉള്ള പലതരത്തിലുള്ള സോഷ്യൽ കണ്ടീഷൻസ് ആണ് ഇതൊക്കെ. ഇത് തെറ്റിക്കുന്ന രീതിയിലുള്ള സോഷ്യൽ കണ്ടീഷൻസ്. നെക്സ്റ്റ് വൺ ആണ് മാസ് മീഡിയ. ലിസ്റ്റ് ഔട്ട് ദ ഡിഫറെന്റ് ടെലിവിഷൻ ചാനൽസ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ്. ഇതൊക്കെ നിങ്ങൾക്ക് പല പല ടെലിവിഷൻ ചാനൽസ് ഒക്കെ അറിയാം അല്ലെ. അതേപോലെ ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാം. മാതൃഭൂമി ന്യൂസ്, അങ്ങനെ പല പല ഇതുണ്ട് അല്ലെ. ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ്, പല ന്യൂസ് പേപ്പേഴ്സ്. അതൊക്കെ നിങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, മാസ് മീഡിയ ഇസ് എ മേജർ, മാസ് മീഡിയ എന്ന് വെച്ചാൽ ബഹുജന മീഡിയ. The mass media is a major means that helps in informing the public about events happening in the society. സമൂഹത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടന്നാലും, അതിപ്പോൾ ന്യൂഡൽഹിയിൽ നടന്നാലും അമേരിക്കയിൽ നടന്നാലും നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അറിയാം, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാനായിട്ട് സാധിക്കും. അതാണ് മാസ് മീഡിയ. നമ്മളെ ഇൻഫോം ചെയ്യുന്നു. ഇന്ന കാര്യങ്ങൾ നടക്കാൻ പോവാണ്, അതേ നോട്ട് പിൻവലിക്കാൻ പോവാണ്, പെട്രോളിന്റെ വില കൂടി, അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ അറിയിക്കുന്നു. Free and impartial media are the foundation of democracy. അതായത് ഫ്രീ ആയിട്ട് നമുക്ക് വിവരങ്ങൾ നൽകുകയാണ്, അല്ലെങ്കിൽ നമ്മളൊന്നും വാങ്ങിയിട്ടില്ല, ഫ്രീ ആയിട്ട് നമുക്ക് ഇൻഫോർമേഷൻ നൽകുന്നു. ഇംപാർഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, നമ്മുടെ പക്ഷഭേദം, അതായത് സമഭാവന, എല്ലാവരോടും സമഭാവന, അത് പക്ഷഭേദം കാണിക്കാതെ ഒരാളോട് ഭയങ്കര ഇതായിട്ട് അല്ലെങ്കിൽ ആ ന്യൂസ് തെറ്റിച്ചു കൊടുക്കുക, അങ്ങനെ ചെയ്യാതെ കറക്റ്റ് ആയിട്ടുള്ള ന്യൂസ് അപ്പപ്പോ കൊടുക്കുന്നതാണ് ഒരു ഡെമോക്രസിയുടെ അടിസ്ഥാനം. അതായത് മാസ് മീഡിയ വെച്ച് നോക്കുമ്പോഴുള്ള ഒരു അടിസ്ഥാനം. The media play an important role to familiarize the public with individual opinions and to bring common demands of the government's attention. മാസ് മീഡിയ ഈ ഒരു ഡെമോക്രസിയുടെ ഭാഗത്ത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോളാണ് വഹിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? പബ്ലിക്കിനെ വിവരങ്ങൾ അറിയിക്കുന്നു, എവിടെ നടന്ന കാര്യങ്ങളായാലും പെട്ടെന്ന് അറിയിക്കുന്നു. പിന്നെയോ നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കാം, നമുക്ക് ഇന്ന ലക്ഷം രൂപ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യമാണെങ്കിൽ നമ്മുടെ എന്താണ് ബുദ്ധിമുട്ടുന്നത്, മീഡിയ എന്താണ് അത് ഗവൺമെന്റിന്റെ അറ്റൻഷൻ, ഗവൺമെന്റിന്റെ ശ്രദ്ധയ്ക്ക് കൊണ്ടുവരും. അവർ തെറ്റ് ചെയ്തു എന്നുള്ളത് നമ്മളെങ്ങനെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു കഴിഞ്ഞാലേ ഗവൺമെന്റിന്റെ ശ്രദ്ധയ്ക്ക് ആര് കൊണ്ടുവരും? നമ്മുടെ മാസ് മീഡിയ കൊണ്ടുവരും. അപ്പോഴാണ് അവർ ശ്രദ്ധിച്ചിട്ട് അത് തിരുത്താനായിട്ട് ശ്രമിക്കാം. അതേപോലെ തന്നെ ഗവൺമെന്റ് ഒരു ബഡ്ജറ്റ് അതൊക്കെ പ്രഖ്യാപിക്കില്ല, അങ്ങനെ പല പല കാര്യങ്ങളും ചെയ്യും. പലപ്പോഴും പലതാണ്, നോട്ട് പിൻവലിക്കാനോ പല പല കാര്യങ്ങൾ നമ്മളൊന്നും അറിയാണ്ട് ഇത് എന്താവും, പ്രശ്നമാവും അല്ലെ. അപ്പൊ മാസ് മീഡിയ അത് അപ്പം നമ്മൾ അറിയിക്കുന്നത് കൊണ്ടാണ് നമുക്കിങ്ങനെ കുഴപ്പമൊന്നും വരാണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊക്കെ ജയിലിൽ പോയി എടുക്കേണ്ട അവസ്ഥയായതിനെ. The media also informs the public of the decisions of the government. ഗവൺമെന്റ് എന്തെല്ലാം ഡിസിഷൻസ് ആണ് എടുത്തിരിക്കുന്നത് അത് അറിയിക്കുന്നതോടൊപ്പം തന്നെ പബ്ലിക് നമ്മൾ എന്തെല്ലാം ഓരോ കാര്യങ്ങളിലും നമ്മൾ സമരം നടത്താൻ പോകുന്നേക്ക് ആ കാര്യങ്ങൾക്ക് ആരറിയും? നമ്മുടെ ഗവൺമെന്റ് ഒക്കെ വേഗം തന്നെ അറിയും. നമുക്ക് ഇതേപോലത്തെ ന്യൂസുകൾ നമുക്ക് പല പല ന്യൂസ് പേപ്പേഴ്സിൽ നിന്നൊക്കെ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മൾ ന്യൂസ് പേപ്പേഴ്സ് വാങ്ങണമെന്നൊന്നും ആവശ്യമില്ല. നമുക്ക് TV ഉണ്ട്, അതായത് TV, അങ്ങനെ പല ഫോണ്, സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വരെയുള്ള എല്ലാ ഭാഗങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കൂടെ കിടന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ ആ ബോക്സും ഇവിടെ വരെയുള്ള ക്വസ്റ്റ്യൻ ആൻസറും ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അത് നിങ്ങൾ പേടിക്കേണ്ട, അതിന്റെ വീഡിയോ ഉടനെ തന്നെ ഉണ്ടായിരിക്കും. ഞാൻ അതിന്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഷുവർ ആയിട്ടും ഉണ്ടായിരിക്കും. നിങ്ങളത് വാച്ച് ചെയ്യുക. ഇവിടെ വരെയുള്ള എൻ്റെ ഉറപ്പായിട്ടും ഉടനെ തന്നെ ചെയ്യുന്ന കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇനി നമുക്ക് കുറച്ചും ചെറിയൊരു ഭാഗം കൂടി ഉണ്ട് കേട്ടോ, ഒരു ഭാഗം കൂടി ഉണ്ടായിരിക്കും. അതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമുക്ക് ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇവിടെ വരെ എടുത്ത എൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും കേട്ടോ. ബൈ.